നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മണ്ണന്തലയിൽ സഹോദരൻ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊല്ലപ്പെട്ട ഷഫീനയുടെ സഹോദരൻ ഷംസാദ്, സുഹൃത്ത് വിശാഖ് എന്നിവരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. സഹോദരി പതിവായി വീഡിയോ കോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് ഇയാളുടെ മൊഴി. ആശുപത്രി ചികിത്സയ്ക്ക് എന്ന പേരിലാണ് കഴിഞ്ഞ 14-ാം തീയതി സഹോദരനും സഹോദരിയും മണ്ണന്തലയിൽ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയത്. ഷഫീനയുടെ മാതാപിതാക്കൾ അപ്പാർട്ട്മെന്റിലെത്തിയപ്പോഴാണ് യുവതിയെ മുറിയിൽ വീണ് കിടക്കുന്നതായി കണ്ടത്. പോലീസ് എത്തിയപ്പോൾ തൊട്ടടുത്ത മുറിയിൽ ഷംസാദും സുഹൃത്ത് വിശാഖും മദ്യലഹരിയിലായിരുന്നു. യുവതിയുടെ ശരീരത്തിൽ മാരകമായി മർദ്ദിച്ചതിന്റെ പാടുകളാണുള്ളത്. കൊല്ലപ്പെട്ട ഷഹീനയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 മണ്ണന്തലയിൽ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ ഷഹീനയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഫ്ളാറ്റിൽ വെച്ച് തന്നെയാണ് പ്രതികളെ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തി വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ 14-ാം തീയതി സഹോദരന് ദന്തൽ ചികിത്സയുടെ ഭാഗമായാണ് മണ്ണന്തലയിൽ സഹോദരനും സഹോദരിയും ചേർന്ന അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുന്നത്. ഇവരുടെ ആധാർ കാർഡുകളൊക്കെ പരിശോധിച്ചുവെങ്കിലും ഇവർ സഹോദരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഇവർക്ക് ഈ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് കൊടുക്കുന്നത്. തുടർന്ന് ഇവർ ഒരു 2 ദിവസത്തേക്കാണ് ഈ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുന്നത്. പക്ഷേ തുടർന്ന് മറ്റൊരിടത്തും തങ്ങൾക്ക് മുറി ലഭിക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത്തരത്തിൽ സഹോദരങ്ങളായതുകൊണ്ട് തന്നെ ഈ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു. ഷഫീന ഒരു 6 മാസത്തോളമായി ഈ ഭർത്താവുമായി പിണങ്ങിയാണ് കഴിയുന്നത്. ഭർത്താവും 2 മക്കളും ഭരണിക്കാവിലാണ് താമസം. ഷഫീന മാതാപിതാക്കളോടൊപ്പം തൊട്ടടുത്ത് വീട് ഉണ്ടായിട്ടും ഇവിടെ എന്തിനാണ് ഈ വാടകയ്ക്ക് എടുത്തത് എന്ന കാര്യങ്ങളടക്കം പോലീസ് അന്വേഷിക്കുകയാണ്. മണ്ണന്തല മുക്കോല ഷഹീനയുടെ കൊലപാതകത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. സഹോദരൻ ഷംസാദിന്റെ മദ്യപാനം ചോദ്യം ചെയ്തതാണ് ഷഹീന കൊല്ലപ്പെടുവാൻ കാരണമെന്ന വാദമൊക്കെ പോലീസ് ഇപ്പോഴത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തള്ളിക്കളയുന്നുണ്ട്. ഷഹീനയും ഷംസാദും തമ്മിൽ വഴക്കുണ്ടായത് രാവിലെയാണെന്നും സുഹൃത്ത് വൈശാഖ് അപ്പാർട്ട്മെന്റിലെത്തിയത് ഉച്ചയ്ക്കാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണസമയം വ്യക്തമാവുകയുള്ളൂ. പോത്തൻകോടാണ് ഷഹീനയുടെ വീട്. മണ്ണന്തലയിൽ വാടക ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്നു ഇവർ. ഷംസാദ് റൂം എടുത്തത് ഒളിവിൽ കഴിയാനാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ചെമ്പഴന്തി അണിയൂരിൽ ഷംസാദ് അടിപിടി ഉണ്ടാക്കിയ ശേഷം പോലീസിനെ ഭയന്ന മണ്ണന്തലയിൽ റൂം എടുക്കുകയായിരുന്നു. സഹോദരിയെ റൂമിലെത്തിച്ചത് ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് കള്ളക്കഥ മെനയുവാനെന്നും പോലീസ് പറയുന്നുണ്ട്. ഷംസാദിനെതിരെ മറ്റ് അടിപിടി കേസുകളുണ്ടെന്നും പോലീസ് പറയുന്നു. ഷംസാദ് കൊടും കുറ്റവാളിയാണ്. 6 മാസമായി ഭർത്താവുമായി അകന്നു താമസിക്കുകയായിരുന്നു ഷഹീന. ശാസ്താംകോട്ട സ്വദേശിയാണ് ഭർത്താവ്. മക്കളും ഇയാൾക്കൊപ്പമാണ് താമസം. സഹോദരന്റെ ചികിത്സയ്ക്കായി മണ്ണന്തലയിൽ ഇയാൾക്കൊപ്പം വീടെടുത്ത് താമസിക്കുകയായിരുന്നു ഷഹീന എന്നാണ് ആദ്യം പോലീസിന് കിട്ടിയ സൂചനകൾ. പിന്നീടാണ് ചികിത്സയ്ക്കായിരുന്നില്ല മുറിയെടുത്തത് എന്ന് വ്യക്തമായത്. രാവിലെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതായി മാതാപിതാക്കൾക്ക് വിവരം ലഭിച്ചുവെന്നാണ് സൂചന. ഇതറിഞ്ഞാണ് മുഹമ്മദ് ഷഫീഖും സെലീനയും വൈകിട്ട് മണ്ണന്തലയിലേക്ക് എത്തിയത്. അപ്പോഴേക്കും ഈ കൊലപാതകം നടന്നിരുന്നു. ഷഹീനയെ കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കളെ ഷംസാദ് തന്നെയാണ് വിളിച്ചു പറഞ്ഞതെന്ന സൂചനയുമുണ്ട്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകളെ കണ്ട് പരിഭ്രാന്തരായ മാതാപിതാക്കളെ വീട്ടിൽ കയറ്റുവാൻ ഇയാൾ ആദ്യം അനുവദിച്ചിരുന്നില്ല. ഇവരുടെ ഫോണും മറ്റും പിടിച്ചു വാങ്ങി. തുടർന്ന് പുറത്തേക്കോടി സമീപവാസികളെ അറിയിച്ച ശേഷം അവരിൽ നിന്ന് ഫോൺ വാങ്ങിയാണ് ആദ്യം ആംബുലൻസിനെ വിളിക്കുകയും പിന്നീട് പോലീസിന് വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ഈ ഷഹീനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. മദ്യലഹരിയിലായിരുന്ന ഷംസാദിനെയും വൈശാഖിനെയും ഉടൻ തന്നെ പോലീസ് പിടികൂടി. മണ്ണന്തല അത്രക്കാട്ടിൽ എൻക്ലേവ് അപ്പാർട്ട്മെന്റിലായിരുന്നു ഈ കൊലപാതകം നടന്നത്. സഹോദരിയുടെ സൗഹൃദം ഷംസാദ് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. സംഭവത്തിൽ വൈശാഖിന്റെ പങ്കിനെക്കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇയാളെ വിളിച്ചു വരുത്തിയത് സഹോദരിയുടെ മൃതദേഹം മറവു ചെയ്യാനാണ് എന്നതടക്കം പ്രതി മൊഴി നൽകിയിരുന്നു. സഹോദരി കൊലപ്പെടുത്തിയതായി അറിയിച്ച ഷംസാദ് ഉച്ചയോടെ വൈശാഖിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയതാണെന്നാണ് വിവരം വന്നിരിക്കുന്നത്. ഈ വിവരം അറിഞ്ഞ വൈശാഖ് എത്തിയ ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. ഷഹീനയുടെ മൃതദേഹം വെട്ടിനുറുക്കി ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ട് എന്നും സൂചനകളൊക്കെയുണ്ട്. ഉച്ചയ്ക്ക് ഈ ഒരു കൊലപാതകം നടന്നുവെങ്കിൽ വൈകിട്ട് മാതാപിതാക്കൾ വരുമ്പോൾ മാത്രമാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത്. ഷംസാദും വൈശാഖും ആവട്ടെ മദ്യലഹരിയിൽ തൊട്ടടുത്ത മുറിയിലുമായിരുന്നു. ഇവർ അപ്പോൾ എങ്ങനെ മൃതദേഹം മറവു ചെയ്യാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നതും ഇപ്പോൾ ദുരൂഹമാണ്. കാരണം ഈ ഒരു കൊലപാതകം നടന്നതിനു ശേഷമാണ് ഈ ഷംസാദ് കൂട്ടുകാരനായ ഈ വൈശാഖിനെ വിളിച്ചു വരുത്തുന്നത്. തുടർന്ന് ഈ കൊലപാതകം അറിഞ്ഞിട്ട് പോലും ഇയാൾ പോലീസിൽ അറിയിക്കാൻ തയ്യാറാവുകയോ മാതാപിതാക്കളെ അറിയിക്കാൻ തയ്യാറാവുകയോ ഒന്നും ചെയ്തിട്ടില്ല.
സമീപ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ് പോലീസ്. എല്ലാവരുടെയും ഫോൺ വിവരങ്ങളും ശേഖരിച്ചു വരുന്നുണ്ട്. CCTV ദൃശ്യ പരിശോധനയിൽ വൈശാഖ് വന്ന സമയം ഉറപ്പിക്കുവാനായാണ് ശ്രമം നടക്കുന്നത്. മൃതദേഹത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തി വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുവാനായാണ് പോലീസിന്റെ തീരുമാനം. ഈ മാസം 14-നാണ് ഈ മണ്ണന്തലയിൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30-ഓടെയാണ് മണ്ണന്തലയിൽ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ ഷഹീനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഷഹീനെ സഹോദരൻ ഷംഷാദ് മർദ്ദിച്ചിരുന്ന വിശാഖ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഷഹീനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇയാളൊരു മദ്യപാനിയാണ് എന്നാണ് സൂചനകൾ. മദ്യപിച്ച ശേഷം ഇയാൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് ബന്ധുക്കളടക്കം പ്രതികരിക്കുന്നത്. ഇയാൾ അമ്മയെപ്പോലും ഇത്തരത്തിൽ മദ്യപിച്ച ശേഷം ിച്ചിരുന്നു. ഇയാളുടെ സ്വഭാവത്തെയും കുടുംബം ഭയപ്പെട്ട് കഴിയുന്നതിനിടയിലാണ് ചികിത്സാർത്ഥം സഹോദരിയെ ഇയാൾ ഒപ്പം കൂട്ടിയത്. പിന്നാലെ നടന്നത് നാട് നടുങ്ങിയ അരുംകൊലയായിരുന്നു. ഇത് ഇയാൾ കൃത്യമായി ലക്ഷ്യമിട്ട് നടത്തിയ ഒരു കൊലപാതകമാണോ എന്നും അടക്കം സംശയം ഉയരുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് ആദ്യം പോലീസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇക്കഴിഞ്ഞ 14-നാണ് പോത്തങ്കോട് പന്തലക്കോട് സ്വദേശികളായ യുവതിയുടെ കുടുംബം മണ്ണന്തല ഇസാഫ് ബാങ്കിന് സമീപത്തെ അപ്പാർട്ട്മെന്റിന് 2 ദിവസത്തേക്ക് വാടകയ്ക്കെടുത്തത്. പ്രതിയായ ഷംസാദിന് PMS ഡെന്റൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയെന്നായിരുന്നു അപ്പാർട്ട്മെന്റ് ഉടമയോട് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അപ്പാർട്ട്മെന്റിലെ താമസം നീട്ടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മദ്യപിച്ചെത്തിയ ഷംസാദ് സഹോദരി അസഭ്യം വിളിച്ച് മർദ്ദിക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ ഷംസാദിന്റെ സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശിയായ വിശാഖും ഫ്ളാറ്റിലുണ്ടായിരുന്നു. മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷഫീന മുറിയിലെ കട്ടിലിനടിയിൽ വീണ് കിടക്കുകയായിരുന്നു. താൻ സഹോദരൻ മർദ്ദിച്ചുവെന്ന് ഷംസാദ് അറിയിച്ചതിനെ തുടർന്ന് വീട്ടിലെത്തിയ മാതാപിതാക്കളാണ് ഷഫീനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഇവർ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പ്രതി തടസ്സം നിന്നു. ഇതോടെ ഇവർ മണ്ണന്തല പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ഷഫീനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷഫീനയുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകളുള്ളതായി പോലീസ് പറഞ്ഞു. ഷംസാദും സുഹൃത്ത് വൈശാഖും കസ്റ്റഡിയിലാണ്. മദ്യലഹരിയിലായതിനാൽ ഇരുവരെയും ചോദ്യം ചെയ്യാനായില്ല. മർദ്ദന കാരണം വ്യക്തമല്ല എന്നായിരുന്നു ആദ്യം പോലീസ് നൽകിയ വിവരം. ഷഹീനയുടെ ദേഹമാസകലം കൊടിയ മർദ്ദനമേറ്റതിന്റെ പാടുകളാണ് പോലീസ് കണ്ടത്. ഉച്ചയ്ക്ക് മുൻപായി ഷംസാദ് സഹോദരി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ പിതാവ് ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് ബോധരഹിതയായ മകൾ കിടക്കുന്നത് കണ്ടത്. ഷഹീനെ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ ഷംസാദ് അനുവദിക്കാത്തൊരവസ്ഥയായിരുന്നു. മദ്യലഹരിയിലായിരുന്ന ഷംസാദിനെ പോലീസ് എത്തിയാണ് പിന്നീട് കീഴ്പ്പെടുത്തിയതും ഷഹീനെ ആശുപത്രിയിലേക്ക് മാറ്റിയതും. അതേസമയം ഷഹീനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഷംസാദ് തന്നെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വിശാഖിന്റെ മൊഴി. ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കാരണം ഇരുവരും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പലപ്പോഴായി അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നുള്ളതിന് കൃത്യമായ വിവരവും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇതിനിടെ സമാനമായി മറ്റൊരു സംഭവം പുറത്തു വരുന്നുണ്ട്. ഭാര്യയുടെ അമിത മൊബൈൽ ഉപയോഗത്തിൽ പ്രകോപിതനായി യുവാവ് ഭാര്യയെ വെട്ടിക്കൊന്നു. ബ്രഹ്മാവർ താലൂക്കിൽ ഹിലിയാന ഗ്രാമത്തിലെ ഹുസാമുട്ടയിലാണ് സംഭവത്തിൽ ഭർത്താവ് കൊലാംബെ ഗ്രാമത്തിലെ ഗണേഷ് പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 42 വയസ്സായിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയായ ഗണേഷ് 8 വർഷം മുൻപാണ് രേഖയെ വിവാഹം കഴിച്ചത്. ഇവർക്ക് 2 കുട്ടികളുമുണ്ട്. രേഖ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് രേഖയുമായി ഗണേഷ് പലപ്പോഴും വഴക്കിടാറുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് ഗണേഷിനെ വിളിച്ചു വരുത്തി ബോണ്ടിൽ ഒപ്പിടുവാൻ നിർബന്ധിച്ചിരുന്നു. വ്യാഴാഴ്ച രാത്രി വളരെ വൈകി ഭാര്യയുമായി വഴക്കുണ്ടാക്കിയ ഇയാൾ അരിവാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. യുവതി സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. ഗണേഷ് ഓടി രക്ഷപ്പെട്ടുവെങ്കിലും വൈകാതെ പോലീസ് പിടികൂടി. ശങ്കരനാരായണ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.